ഹായ് ഹലോ എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം കാണിക്കാൻ പോകുന്ന പ്ലാന്റ് ആണ് ഈ ഇരിക്കുന്ന ആന്തൂറിയം ക്വീൻ പ്ലാന്റ്. ക്വീൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം നല്ല നമ്മുടെ ക്ലൈമറ്റിലെല്ലാം സെറ്റ് ചെയ്ത് റെഡി ആയിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇതാണ് പ്ലാന്റ്സിൻ്റെ വലിപ്പം വരുന്നത്. ഇതൊരു പ്ലാന്റ്, ഇതും ഒരു പ്ലാന്റ് ആണ്. ഇത് സിംഗിൾ ലീഫാണ്, അപ്പോൾ അത് ഞാൻ കൊടുക്കാനായിട്ട് ഇപ്പോൾ ഉടനെ കൊടുക്കുന്നില്ല. പിന്നെ ഇത് ഒരു പ്ലാന്റ്, ഇതിനിവിടെ പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് കണ്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, സെറ്റായ പ്ലാന്റാണ് വന്നിട്ട്. ഇത് പുതിയ ലീഫ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം ഒരു 6 പ്ലാന്റോളം കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലൊരു പ്ലാന്റ് ബുക്കിംഗ് ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില എന്ന് പറയുന്നത് 1750 രൂപയാണ്, കൊറിയർ ചാർജ് ഉൾപ്പെടെ. ഇതിപ്പം പുതിയ വന്ന ബാച്ചാണ്. ഇതിന് മുന്നേ ഞാനൊരു ബാച്ച് പ്ലാന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത സെയിൽ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ബ്ലാക്ക് കാർഡിനൽ പ്ലാന്റ് കണ്ടോ. ഇത് എൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു ബർഗുണ്ടി കളർ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാവും ലീഫിന്. ഇത് പുതിയ ലീഫാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ പ്ലാന്റ് കൂടി ഞാൻ ബ്ലാക്ക് കാർഡിനലിൻ്റെ സെയിലിനായിട്ടുള്ള പ്ലാന്റാണ് ഇരിക്കുന്നത്. നല്ല നോഡൊക്കെ ഹെൽത്തി നോട്ട്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കണ്ടോ. നല്ല വേരൊക്കെയുള്ള നല്ല അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ ഈ സൈസിലുള്ള കുറേ അധികം പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 450 രൂപയാണ്. ബ്ലാക്ക് കാർഡിനലിൻ്റെ വില 450 രൂപ. അടുത്ത പ്ലാന്റാണ് നല്ല ബുഷി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കുന്നവർ എപ്പോഴായാലും നല്ല ലക്കിയാണ്. കാരണം ഈ ഒരു പ്ലാന്റിൽ നമുക്ക് ഒരുപാട് കുറേ പ്ലാന്റ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, കുറേ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഫിലോഡെൻഡ്രോൺ SP കൊളംബിയാണ് കേട്ടോ. ഫിലോഡെൻഡ്രോൺ SP കൊളംബിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഇത് കണ്ടോ. ഇതിൽ തന്നെ ഇപ്പം നമുക്ക് 1-2 പ്ലാന്റ്സൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 550 രൂപയാണ്. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ. അടുത്തത് സോഡ്രോയി ആണ് കേട്ടോ. സോഡ്രോയി എന്ന് പറഞ്ഞൊരു ഫിലോഡെൻഡ്രോൺ പ്ലാന്റ് ആണ്. അതിൻ്റെ പല സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. ടിഷ്യൂ കൾച്ചർ അല്ല, ഇതിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഇരിക്കുന്ന ചെറിയ ഈ ഒരു സൈസ് പ്ലാന്റ് എന്ന് പറയുന്നത്, ഈ ഒരു പ്ലാന്റ് ഞാൻ കൊടുക്കുന്നത് 450 രൂപയ്ക്കാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 750 റുപ്പീസാണ്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല വേരൊക്കെയുള്ള നല്ല പ്ലാന്റാണ്. അടുത്തത് ഒരു മോൺസ്റ്ററ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ആൽബോ ആയിരുന്നു, പക്ഷേ ഇതിൻ്റെ ആ ഒരു വെരിഗേഷനൊക്കെ പോയി. ഇപ്പം മോൺസ്റ്ററ ഡെലീസിയോസ പോലെ നമുക്ക് വളർത്താൻ പറ്റും. ഇതിൻ്റെ ഫെനിസ്ട്രേഷനൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. നല്ല ഹെൽത്തി റൂട്ട്സ് ഒക്കെ ഉള്ള പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് ഞാൻ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് 300 റുപ്പീസാണ് കേട്ടോ. അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫിലോഡെൻഡ്രോൺ ആണ്. ഫിലോഡെൻഡ്രോൺ മൂൺഷൈൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 600 റുപ്പീസാണ് കേട്ടോ. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതും അതിൻ്റെ പോലത്തെ തന്നെയുള്ള ഒരു സെയിൽ പ്ലാന്റ് ആണ്. ഇതിന് 2 നോഡുണ്ട്. അപ്പോൾ ബുക്ക് ചെയ്ത് ആദ്യം വാങ്ങിക്കുന്നവർ എപ്പോഴായാലും ലക്കിയാണ്. പിന്നെ ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ഈ ആന്തൂറിയം വില്ലനേറ നല്ല അടിപൊളി സ്റ്റൈലായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ മദർ പ്ലാന്റ്സ് ഒക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 2750 ആണ് കേട്ടോ. 2750 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. നല്ല ഹെൽത്തി റൂട്ട്സും നോട്ട്സും ഒക്കെയുള്ള നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് സെറ്റായിട്ടുള്ളൊരു പ്ലാന്റാണ്. അത്യാവശ്യം റേറ്റുള്ള ഒരു പ്ലാന്റാണ്. ഇത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് അല്ല, നല്ല ഒന്നാന്തരം നോഡിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഏകദേശം ഒരു 1.5 ഇയേഴ്സ് എൻ്റെ ഇവിടെ ഗാർഡനിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് സെറ്റായിട്ടുള്ള പ്ലാന്റാണ്. അതുകൊണ്ട് ഇത് വാങ്ങിക്കുന്നവരുടെ എന്നൊന്നും ഒരിക്കലും നശിച്ചു പോകില്ല. വാങ്ങി കറക്റ്റായിട്ടുള്ള രീതിയിൽ പോട്ട് ചെയ്ത് തണലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് വളർന്നു വരും. പിന്നെ വില്ലനേറത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മോൺസ്റ്ററ ഡെലീസിയോസ ഇരിപ്പുണ്ട് കണ്ടോ. ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒന്ന്
കമൻ്റ് ഇടണേ. അപ്പോൾ ഇതേ ഇത്രത്തോളം വലിയ നോട്ട്സൊക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിന് സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. അതുകൊണ്ടാണ് ഈ ഇലയ്ക്ക് ആ ഒരു ഫെനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇതുപോലെ ഇതാണ് ഫെനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വരാത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് അതിന് ഇത് കൊടുക്കാനുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് ഇത്രയും ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 650 റുപ്പീസാണ്. 650 റുപ്പീസ് ഇത് ഓഫർ പ്രൈസാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഞാനൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, 900 റുപ്പീസിനാണ് കൊടുത്തത്. ഇത് ഓഫർ പ്രൈസിൽ കൊടുക്കുവാണ് ഈ ഒരു പ്ലാന്റ്. ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണുന്നവർക്ക് മാത്രമേ ഇങ്ങനൊരു ലക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് 650 റുപ്പീസിനാണ്. പിന്നെ ദേ ഈ ഇരിക്കുന്ന പ്ലാന്റ് കണ്ടോ. ഈ ഇരിക്കുന്ന പ്ലാന്റ് നാരോ ആണ്. ഗോൾഡൻ സോ എന്ന് പറയും, ഗോൾഡൻ നാരോ സോ എന്ന് പറയും. ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ. ലൈറ്റ് ഗ്രീൻ കളറാണ് പ്ലാന്റിൻ്റെ ലീഫിന്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 450 റുപ്പീസാണ്. ഇത് ഇവിടെ ഒരു സോഡ്രോ ഇരിപ്പുണ്ട് കേട്ടോ. ഒരു ചെറിയ പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു 350 റുപ്പീസിന് ഈ ഒരു പ്ലാന്റ് കൊടുക്കാം. നല്ല പ്ലാന്റാണ്, നല്ല ഹെൽത്തി പ്ലാന്റാണ്. പിന്നെ അതെ ഇതൊരു വെറൈറ്റി ആന്തൂറിയമാണ് കേട്ടോ. ബ്ലാക്ക് ആരോ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ആന്തൂറിയം പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് കണ്ടോ, അത്രത്തോളം നല്ല ഡാർക്കായിട്ടുള്ള ലീഫാണ്. നമ്മളെ കപ്പലണ്ടിക്കൊക്കെ പേപ്പർ കുമ്പിൾ കുത്തില്ലേ, അതുപോലെ ഇരിക്കും. നനഞ്ഞു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ലീഫ് കാണാനായിട്ട്. നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതേ കണ്ടോ, ഇത്രത്തോളം വലിയ പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 850 റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് 2 പ്ലാന്റ് മാത്രമേ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യും. ഇനി അതിൻ്റെ തന്നെ തൊട്ടടുത്തിരിക്കുന്നത് ആന്തൂറിയം സ്വീറ്റ് ലവ് ആണ്. സ്വീറ്റ് ലവിൻ്റെ കുറച്ച് പ്ലാന്റ്സേ ഇപ്പോൾ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അവൈലബിൾ ആണ് കുറച്ച് പ്ലാന്റ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 450 രൂപയാണ്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. നല്ല അടിപൊളിയായിട്ട് റൂട്ടൊക്കെ സെറ്റായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ദേ ഇവിടെ ഒരു ആന്തൂറിയം. ഇത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റാണ്. ദേ ഇതൊക്കെ റീപോർട്ട് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. 2 നോഡുണ്ട് ഈ ഒരു പ്ലാന്റിന്. ദേ ഇതൊരു പ്ലാന്റാണ്, ഇതൊരു പ്ലാന്റാണ്. ഇതിപ്പോൾ പുതിയ വന്ന ലീഫാണേ. ഇത് ക്രിസ്റ്റാലിനത്തിൻ്റെയും ഫൊർഗറ്റിയുടെയും ഒരു ക്രോസാണ്, ക്രോസ് വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 550 റുപ്പീസാണ്. ഈ പ്ലാന്റ് ഓൾറെഡി നമ്മൾ ബുക്കിംഗ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റ്സ് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് വേണം, ഹൈബ്രിഡ് വേണമെന്നുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് വില്ലിഷി എന്ന് പറഞ്ഞ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റാണ് കേട്ടോ. ഇത്രത്തോളം ബുഷിയായിട്ടൊക്കെ ലീവ്സ് ഉള്ള അടിപൊളി ലീഫാണ് കേട്ടോ. ഇതിൻ്റെ കാണാനായിട്ട് നല്ല എൻ്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് പ്ലാന്റാണ് വില്ലിഷി. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 400 റുപ്പീസാണ്. നല്ല ഭംഗിയാണ്. ഇവിടെയൊക്കെ കുറച്ചിരിപ്പുണ്ട്. കുറച്ച് പ്ലാന്റ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഗോൾഡൻ നാരോസോ നേരത്തെ അവിടെ ഇരിക്കുന്നത് എടുത്ത് കാണിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ദേ ഇവിടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതാണിത് കേട്ടോ. ദേ ഇതാണ് എൻ്റെ പരൈസോ ഡി വെർദെ എന്ന് പറഞ്ഞ ഫിലോഡൻഡ്രോൺ. അടിപൊളി പ്ലാന്റാണ്. വലിയ ലീഫൊക്കെ വന്നിട്ട് സെറ്റായിട്ടുള്ള വലിയ നോടൊക്കെ ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കുട്ടികളെ കൊടുക്കാനായിട്ടോട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് പരൈസോ വെർദയുടെ കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ള പ്ലാന്റ്. നല്ല ഹെൽത്തി നോഡും റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 350 രൂപ. വെർദയുടെ 2ാമത്തെ പ്ലാന്റാണ്. ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഇല്ല. ഇത് 2ാമത്തെ പ്ലാന്റാണ്. വെറും 350 രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത്. ഇത് ഫിലോഡൻഡ്രോൺ ജോസ് ബുവാനോ എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റാണ്. നല്ല ഹെൽത്തി റൂട്ട്സൊക്കെ ഉള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 300 റുപ്പീസാണ്. കണ്ടോ, വെരിഗേഷനൊക്കെ ഉണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റ്. ഇത് ഫിലോഡൻഡ്രോൺ വൈറ്റ് പ്രിൻസസ് ആണ്. ഇപ്പോൾ നല്ല വെരിഗേഷനൊക്കെ ലീഫിന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ലീഫിനും വെരിഗേഷനുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 350 രൂപയാണ്. അടുത്തത് ഇത് ഫിലോഡൻഡ്രോണുള്ള മോൺസ്റ്ററ ഓറിയാണ് കേട്ടോ. യെല്ലോ കളർ വെരിഗേഷൻ വരുന്ന പ്ലാന്റാണ്. ഇത് നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്തുണ്ടായിട്ടുള്ള പ്ലാന്റാണ്. ഇതിനി നമ്മൾ സ്റ്റിക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഫെനിസ്ട്രേഷൻസ് വരും, ലീഫിന് കീറൽ വരും. അപ്പോൾ നന്നായിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റാണ്. നല്ല ക്ലൈമറ്റൈസ്ഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 1500 രൂപയാണ്. പിന്നെ കുറച്ച് പിങ്ക് പ്രിൻസസ് അവൈലബിൾ ആയിട്ടുണ്ട്. പിങ്ക് പ്രിൻസസിൻ്റെ പ്രൈസ് വരുന്നത് 250 റുപ്പീസാണ്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇതും ഒരു പിങ്ക് പ്രിൻസസ് ആണ് കണ്ടോ. ഇതുപോലെ ലീഫിന് നല്ല പിങ്ക് കളർ വരും. ഇതാണ് പിങ്ക് പ്രിൻസസ്.
അടുത്തത് നമ്മുടെ ഇവിടെ 100 റുപ്പീസിനുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. സിങ്കോണിയം നാരോ ഹെഡ് എന്ന് പറയും. ഇത് ഒരു പ്ലാന്റാണ്. പിന്നെ ഇത് സിങ്കോണിയം കിങ് എന്ന് പറയും. ഇതും 100 റുപ്പീസാണ്. ഇവിടെയുണ്ട് പ്ലാന്റ്. പിന്നെ ദേ ഇരിക്കുന്നു. ഇത് ജസ്റ്റ് 100 റുപ്പീസാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി പ്ലാന്റാണ്. ഇത് റെഡ് ഹാർട്ട്, ഫിലോഡെൻഡ്രോൺ റെഡ് ഹാർട്ട് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 350 രൂപയാണ്. ഇത് വില്ലനേറമാണ്. വില്ലനേറത്തിൻ്റെ മദർ പ്ലാന്റ് ആണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ വില്ലനേറം കാണിച്ചിരുന്നു. കണ്ടോ അത്രത്തോളം വലിയ പ്ലാന്റിൻ്റെ സൈസ് കണ്ടല്ലോ. വലിയ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ സൈസ് കണ്ടോ, നല്ല വലിയ ലീഫാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. ഇനി കുറേയധികം പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതൊരു വൈറ്റ് പ്രിൻസസ് ആണ് കേട്ടോ. സോറി, വൈറ്റ് നൈറ്റ് ആണ്. ഇതിൻ്റെ നോഡ് കണ്ടോ, ബർഗുണ്ടി കളർ. അപ്പോൾ ഇത് വൈറ്റ് നൈറ്റ് ആണ്. നല്ല വെരിഗേഷനൊക്കെ വന്നിട്ടുള്ള ലീഫാണ്. അതേ അടുത്ത ലീഫിനും കണ്ടോ ഇവിടെ വെരിഗേഷൻ വരുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 350 രൂപ. ഇത് ബേർലി മാക്സ് വെരിഗേറ്റഡ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 550 രൂപയാണ്. അങ്ങനെ ഒരുവിധം സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ 1-2 കാര്യങ്ങളും കൂടെ കാണിക്കാനായിട്ടുണ്ട്. ദേ ഇത് കണ്ടോ, ഈ ഒരു ഫിലോഡെൻഡ്രോൺ നമ്മൾ കട്ട് ചെയ്ത് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത്, ഇത് നല്ല ചീപ്പ് റേറ്റിലായിരിക്കും കൊടുക്കുക. ഓരോ നോഡ് വെച്ച് അല്ലെങ്കിൽ ഫുള്ളായിട്ട് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുക. അപ്പോൾ അത് മൊത്തത്തെ വെച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ വീഡിയോ ഇടുന്ന സമയത്ത് കാണാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.